പിണറായി മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള സൗന്ദര്യ മത്സരമാണ് ഇപ്പോൾ ഏറ്റവും ആകർഷകമായ ഒരു വിഷയമായി പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിലെ രണ്ട് സമപ്രായക്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പുതുതലമുറ മന്ത്രിമാരാണ് PWD ടൂറിസത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും എക്സൈസിന്റെയും ചുമതലയുള്ള ശ്രീ MP രാജേഷ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള സൗന്ദര്യ പോരാട്ടത്തിന്റെ അടിസ്ഥാനപരമായ കാരണം വളരെ വിചിത്രമാണ്. തിരുവനന്തപുരം നഗരത്തിൽ 12 റോഡുകൾ സ്മാർട്ട് റോഡുകളായി മാറ്റിയതിൻ്റെ വലിയ ആഘോഷപൂർവമായ ഉദ്ഘാടനമാണ് 2 ദിവസം മുമ്പ് തലസ്ഥാന നഗരിയിൽ നടന്നത്. ഏതാണ്ട് 200 കോടി രൂപ ചെലവഴിച്ചാണ് തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരിയിലെ വിവിധ ഭാഗങ്ങളിലായി 12 റോഡുകൾ ആധുനികവൽക്കരിച്ച് സ്മാർട്ട് റോഡുകളായി രൂപാന്തരപ്പെടുത്തിയത്. ഈ 200 കോടി രൂപയിൽ 80 കോടി രൂപ കേന്ദ്രത്തിന്റെ സഹായധനമാണ്. ബാക്കിയുള്ള 120 കോടിയിൽ 80 കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും MP രാജേഷ് ഇടപെട്ടാണ് ഈ റോഡുകൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. അപ്പോൾ തന്നെ ബാക്കിയുള്ള 40 കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നാണ് അവർ ചെലവഴിച്ചത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 3 ഏജൻസികളുടെ കൂട്ടായിട്ടുള്ള സാമ്പത്തിക ഇടപെടലിലൂടെയാണ് ഈ 12 റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറയുന്നതായിട്ടുള്ള വെള്ളയമ്പലം മുതൽ തൈക്കാട് വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ ഔപചാരികമായി ഉദ്ഘാടനം നടത്തിയത്. അത് ആഘോഷപൂർവമായി നടത്തുന്നതിനായി മാനവീയ വീഥിയിൽ വലിയ സന്നാഹങ്ങളൊക്കെ ഒരുക്കി വലിയ പരസ്യവും കൊടുത്തു. ആ റോഡ് മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു മാമാങ്കമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ മുഴുവൻ പിതൃത്വം മുഖ്യമന്ത്രിയും തന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസും ഏറ്റെടുത്തു എന്നതിലാണ്. ശ്രീ MP രാജേഷ് ഇക്കാര്യത്തിൽ വളരെയേറെ ഖിന്നനാണ്. കാരണം അദ്ദേഹത്തെ ബോധപൂർവമായി അവഗണിക്കുകയും മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും മാത്രം ചേർന്നുള്ള ഒരു സംരംഭമാക്കി അതിനെ മാറ്റുകയും ചെയ്തതിൽ കടുത്ത അമർഷമുള്ളത് കൊണ്ട് അദ്ദേഹം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്നു എന്നത് വളരെയേറെ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വിവാദം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ മുഖ്യമന്ത്രി തന്ത്രപൂർവം ഈ ഉദ്ഘാടന മാമാങ്കത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷമായ വസ്തുത. ഓർക്കണം, ആ റോഡ് മുഴുവൻ ഈ മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിന്റെയും ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള മുഖ്യധാര പത്രമാധ്യമങ്ങളിലൊക്കെ പതിവ് പോലെ മുഖ്യമന്ത്രിയുടെയും പ്രത്യേക പരിപാടിയിൽ മുഹമ്മദ് റിയാസിന്റെയും ചിത്രങ്ങൾ കൊടുത്ത് പരസ്യവും നൽകിയിരുന്നു. എന്നാൽ അത്യന്തം വളരെ വിചിത്രം എന്ന് പറയട്ടെ, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും ഈ ചടങ്ങിൽ നിന്ന് മാറി നിന്ന് തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയായ ശ്രീ V ശിവൻകുട്ടിയെ ഉദ്ഘാടകൻ ആക്കുകയും മുഹമ്മദ് റിയാസ് അധ്യക്ഷം വഹിക്കുകയും ചെയ്താണ് ഈ റോഡ് ഔപചാരികമായി തുറന്നു കൊടുത്തത്. മുഖ്യമന്ത്രിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് വ്യക്തമായ നേരിട്ടുള്ള മറുപടി പറയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ മുഖ്യമന്ത്രിക്ക് ആ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഇത് നമ്മുടെ കേരളത്തിലെ സാക്ഷരതയുള്ള മഹാജനങ്ങളെ, പൊതുസമൂഹത്തെ ഒരുതരം വിഡ്ഢികളാക്കുന്ന, കബളിപ്പിക്കുന്ന രീതിയിലുള്ള ബാലിശമായ ഹീനമായിട്ടുള്ള ഒരു വിശദീകരണമായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. മാത്രവുമല്ല, ഈ ബഹുമാന്യനായ അനാരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് തന്നെ 3-4 പരിപാടികളിൽ പങ്കെടുത്ത ആളും കൂടിയാണ്. അപ്പോൾ തന്നെ അറിയാം, സത്യസന്ധമായി കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇല്ലാതെ വരുമ്പോൾ പച്ച കള്ളം പറയുന്നതിന് പോലും ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് യാതൊരു മടിയുമില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ V ശിവൻകുട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഡമ്മിയായി ഈ റോഡുകളുടെ ഉദ്ഘാടനം നടത്തിയത്. ശ്രീ MP രാജേഷ് ബോധപൂർവം ഇതിൽ നിന്ന് മാറി നിന്നു. അദ്ദേഹത്തിന് അത് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹത്തെ ബോധപൂർവം ഒഴിവാക്കിയതാണ് എന്ന് അദ്ദേഹം തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളൊക്കെ ആ നിലയിൽ തന്നെയാണ് ഈ വാർത്തകൾ കൊടുത്തത്. അപ്പോൾ ആകെ കൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ അലങ്കോലമായി പോയി
ഈ വലിയ കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം എന്നുള്ളതാണ് ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം. സാധാരണ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, ഇപ്പോൾ ഭരണത്തിന്റെ അവസാന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദ്രുതഗതിയിലാണ് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി വാർഷികാഘോഷം നടത്തുന്നു, അതിന്റെ പിന്നാലെ ഇതുപോലെയുള്ള ചില മാമാങ്കങ്ങൾ. ഈ തരത്തിൽ ഓരോരോ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ അതിന്റെ പിതൃത്വത്തെ ചൊല്ലി വളരെ ഹീനമായ തരംതാണ നിലവാരമില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുക എന്നതൊരു സ്വഭാവമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം അത് എട്ടുകാലി മുമ്മൂഞ്ഞ് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പലരും പലതിൻ്റെയും പിതൃത്വം അവകാശപ്പെടുന്നത്. അതൊക്കെ പൊതുസമൂഹം വേണ്ടത്ര ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്ങനെ പോയാലും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻ സർക്കാരുകൾ തുടങ്ങി വെച്ച പദ്ധതികളാണെങ്കിലും പിന്നെ വരുന്നതായിട്ടുള്ള സർക്കാരുകൾ അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത് തുടങ്ങി വെച്ചവർക്കും അതിനകത്ത് സ്വാഭാവികമായി കാര്യമായ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കാൻ ഇത്രയും ഇടുങ്ങിയ മനസ്സുള്ള ചില ഭരണകർത്താക്കൾക്ക് കഴിയാതെ പോകുന്നു എന്ന് പറയുന്നതാണ് ഈ രാഷ്ട്രീയത്തിന്റെ അപജയം. അപ്പോൾ ഈ രാഷ്ട്രീയം അതിപ്രസരം ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതെല്ലാം തങ്ങളുടെ വലിയ വികസനമാണ്, അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ എല്ലാ കാലവും ഈ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിക്കണം എന്നൊക്കെ രീതിയിലേക്ക് രാഷ്ട്രീയ പ്രചരണത്തിന്റെ സന്ദർഭങ്ങളും ആയുധങ്ങളും ഒക്കെ ഇത് മാറ്റുന്നത് ഒരുതരം വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ്, രാഷ്ട്രീയ പ്രചാരണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയതായിട്ടുള്ള ദേശീയപാതയുടെ പുനർനിർമ്മാണമൊക്കെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോൾ കെട്ടിപ്പൊക്കിയതായിട്ടുള്ള ദേശീയപാതകളുടെ സംരക്ഷണ ഭിത്തികളൊക്കെ തകർന്ന് തരിപ്പണമായി താറുമാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയെങ്കിലും വേണ്ടത്ര ഉത്തരവാദിത്വത്തോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തുന്നില്ല, അവരുടെ മേൽനോട്ടമില്ല എന്നുള്ളതാണ് ഈ തരം ശതകോടികളുടെ പദ്ധതികളൊക്കെ ഇങ്ങനെ തകർന്ന് അടിഞ്ഞ് സാധാരണക്കാരന്റെ നികുതി പണം വെള്ളത്തിലായി പോകുന്നത്. ഇത് നിരീക്ഷിച്ച് വേണ്ട രീതിയിൽ നിർമ്മിക്കാൻ ഉത്തരവാദപ്പെട്ട എഞ്ചിനീയർമാർ തങ്ങളുടെ ശീതീകരിച്ച മുറിയിൽ ഇരുന്നുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കി കൊടുക്കുകയാണ്. കാരണം ആ ബില്ലുകൾ പാസ്സാക്കി കൊടുത്തിട്ട് വേണം അവർക്കതിനുള്ള വിഹിതം ഈ കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ. അത്ര നിരുത്തരവാദപരമായ രീതികൾ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ, സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ, ദേശീയ പാതയാകട്ടെ, സംസ്ഥാന പാതയാകട്ടെ, ഈ തരത്തിൽ വളരെ നിരുത്തരവാദപരമായ നിർമ്മാണം കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ച അത്യന്തം ദയനീയമാണ്. അതിനിടയിലാണ് ഈ പറയുന്ന 100 കോടി രൂപ മുടക്കി 4ാം വാർഷികം പെരുമ്പറയടിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തായി നടത്തുന്നത്. ഇന്ന് മുഖ്യധാര അച്ചടി മാധ്യമങ്ങളിലൊക്കെ കണ്ട ചിത്രവും വളരെ കൗതുകരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള സഹമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലെ സഹപ്രവർത്തകനായ റിയാസ് ആഘോഷപൂർവ്വം കേക്ക് മുറിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ചിത്രമാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെ മുൻപേജിൽ വന്നത്. എന്തൊരു വില കുറഞ്ഞതായിട്ടുള്ള ഇത്തരം പ്രകടനങ്ങൾ എത്ര ക്രൂരമാണ്. ഇവിടെ 100 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവീഥികളിൽ മഴയും വെയിലും കൊണ്ട് കഞ്ഞിയും കുടിച്ചു കിടക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാനുള്ള മനുഷ്യത്വം കാണിക്കാത്തതായിട്ടുള്ള ആളുകളാണ് ഇതുപോലെ കേക്കും മുറിച്ച് ഈ പറയുന്ന ഭാര്യാപിതാവും മരുമകനും കൂടെ പങ്കുവയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന അപജയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ പതനം എത്ര വലുതാണ് എന്ന് ആളുകൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ആരെയെങ്കിലും നമുക്ക് ഈ തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് ബോധപൂർവമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തൽ ആണ് എന്ന് പറയാൻ നമുക്കൊരു കാരണവശാലും സാധ്യമല്ല. കാരണം അത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ധൂർത്തടിക്കുന്നു, മറ്റൊരു ഭാഗത്ത് പാവപ്പെട്ട നിരാധരരായിട്ടുള്ള ആളുകൾ സഹായം തേടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവരുടെ നേരെ കണ്ണടയ്ക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും മെമ്പറിനൊക്കെ 2.5-3 ലക്ഷം രൂപയൊക്കെ പെൻഷൻ കൊടുക്കത്തക്ക രീതിയിലേക്ക് അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് അത് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആശുപത്രികളിൽ മരുന്നില്ലാതെ ആളുകൾ ഉഴലുന്നു.
ഇപ്പോൾ തന്നെ കണ്ടല്ലോ, പാവപ്പെട്ടതായിട്ടുള്ള പല ആളുകൾക്കും അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ. പേപ്പട്ടി വിഷബാധ ഏറ്റവർക്ക് കൊടുക്കുന്ന വാക്സിനുകൾ ഫലപ്രദമായി ഫലിക്കുന്നില്ല. അതുപോലെ തന്നെ ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകളുടെ അഭാവമുണ്ട്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ കോടികൾ വിലയുള്ള ഉപകരണങ്ങൾ, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ, സ്കാനിങ് മെഷീൻ ഉൾപ്പെടെ പ്രവർത്തനരഹിതമായി കിടക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ സർക്കാരിന് കഴിയാതെ അവരിപ്പോൾ ജില്ലാതലത്തിൽ പ്രദർശന വിപണന മേളകൾ നടത്തി ആഘോഷം നടത്തുകയാണ്, വാർഷികം ആഘോഷിക്കുകയാണ്. മൂന്നാം ഊഴത്തിന് വേണ്ടി ഒരുക്കമാണ്. രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനത, പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയുമെന്ന് ഈ മന്ത്രിമാരും അവരെ ഈ ചുമതല ഏൽപ്പിച്ചതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയും തിരിച്ചറിയാതെ പോകുന്നെങ്കിൽ ഖേദകരം, അല്ലെങ്കിൽ വളരെയേറെ ദുഃഖകരം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇതാണോ യഥാർത്ഥത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണം എന്ന് എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഒരു വശത്തുള്ള ധൂർത്തും ആർഭാടവും ഒക്കെ ഒഴിവാക്കി സാധാരണക്കാരൻ്റെ ദുരിതങ്ങൾ അകറ്റുന്നതിന് ആത്മാർത്ഥമായി ശ്രമം നടത്തുകയാണ് ഒരു സർക്കാരിൻ്റെ ധർമ്മം. സർക്കാരിനകത്തുള്ള മന്ത്രിമാർ തമ്മിൽ ഇതുപോലെയുള്ള ചക്കളാത്തി പോരാട്ടവും വില കുറഞ്ഞ സൗന്ദര്യ പിണക്കവും അല്ലെങ്കിൽ പരസ്പരം ആരാണ് കേമൻ എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളും, പരിഹസിക്കുമെന്നത് തിരിച്ചറിയേണ്ട സമയം കൂടിയാണ് എന്നാണ് പൊതുസമൂഹത്തിന് വേണ്ടി പറയാനായിട്ടുള്ളത്.